അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിന്നുന്ന എല്ലാ പെണ്ണുങ്ങളും പൊന്നല്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ അത്തരത്തിലുള്ള പരാതികളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ കുറ്റക്കാരെ ശിക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് നിയമ സംവിധാനങ്ങൾ ഉള്ളത്. അഡ്വക്കേറ്റ് ജയശങ്കറും അതിൻ്റെ ഒരു ഭാഗമാണ്. ബസ്സിനുള്ളിൽ വെച്ചിട്ട് ഷിംജിതയ്ക്ക് ദുരനുഭവം ഉണ്ടായി എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ആ വീഡിയോ കണ്ടതാണ്. എന്നാൽ ആ വീഡിയോയിലെ ഒരു ഭാഗത്തും നമുക്ക് ഷിംജിത ഒരു ദുരനുഭവം അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് അതിലെ ഓരോ ഭാഗവും ഓരോ നിമിഷവും അവർ ആസ്വദിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. ഇനി അഥവാ ഷിംജിത തൻ്റെ എഡിറ്റ് ചെയ്യാത്ത മുഴുവൻ വീഡിയോയും ഈ ജയശങ്കറിന് അയച്ചു കൊടുത്തോ എന്നും അതിലെവിടെയെങ്കിലും ഈ ദീപക് അവളെ പീഡിപ്പിക്കുന്ന ദൃശ്യം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യവും ഈ ജനങ്ങൾക്ക് അറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ജയശങ്കറിന് നമ്മുടെ മഹാഭാരതത്തിലെ സഞ്ജയനെ പോലെ ദൂരെ നിന്നും കാര്യങ്ങൾ കാണാൻ കഴിയുന്ന വല്ല ദിവ്യ ദൃഷ്ടി ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല. എന്തായാലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ ബലി കഴിച്ച ഒരു വ്യക്തിയെ, ദീപക്കിനെ, ഒരു സ്ത്രീ പീഡകനായി ചിത്രീകരിച്ച ഈ ജയശങ്കറിന് എന്തിൻ്റെ കഴപ്പാണെന്ന് എനിക്കറിയില്ല. കഴപ്പുകൾ പലതരമുണ്ട്. അതിൽ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു കഴപ്പാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ കഴപ്പ്.